ഹായ് ഓൾ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കുക, സേഫായിരിക്കുക കേട്ടോ. ഇന്ന് സൺഡേ വ്ളോഗുമായാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് റെസിപ്പീസും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിന്ന് ലഞ്ചിനുള്ളത് ഫ്രൈഡ് റൈസും അൽഫാമും ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം കേട്ടോ. അതിനുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നാളേക്കുള്ള മാവും കൂടി ഒന്ന് ആട്ടി വെക്കുന്നുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ ഫ്രൈഡ് റൈസിന് വേണ്ട ഐറ്റംസ്. ഡാർക്ക് സോയ സോസ്, കുരുമുളക്, അരി ബസ്മതി റൈസ്, പിന്നെ വിനാഗിരി, പിന്നെ വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനത് ആദ്യം അരി ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ട്. അതിന് മുന്നേ ഞാൻ കെറ്റിലിൽ വെള്ളം നന്നായി ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വേവിക്കാൻ ആദ്യം നമുക്കിത് വേവിച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ഫ്രൈഡ് റൈസിനുള്ള റെസിപ്പീസ് തയ്യാറാക്കാൻ. അപ്പോൾ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ അടുക്കളയിൽ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ഇടയിൽ അതും ചെയ്യുന്നുണ്ട്. എല്ലാം ഒരുമിച്ചാകുമ്പോൾ പെട്ടെന്ന് പണി അങ്ങോട്ട് കഴിയുമല്ലോ. അപ്പോൾ പാത്രമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. കുറച്ച് പാത്രം ക്ലീൻ ചെയ്യുമ്പോഴത്തേനും വെള്ളം ഒന്ന് തിളച്ച് വരും. അപ്പോൾ നമുക്ക് അരി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി നല്ലോണം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ചിമ്മിനി ഒന്ന് ഓണാക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് ചിമ്മിനി അടുക്കളയിൽ യൂസ് ചെയ്യണത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. നമ്മുടെ ചുമരൊന്നും അഴുക്കാവില്ല, ഓയിൽ കാര്യങ്ങളൊന്നും ചുമരിൽ പറ്റി പിടിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. നല്ലതാണ്. പിന്നെ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഫസ്റ്റ് നമുക്ക് അതിനായിട്ട് 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചാൽ വെളുത്തുള്ളി ആദ്യം ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഹെൽപ്പിനായിട്ട് മോളുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അവളൊന്ന് ഇളക്കി തരുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവളാണ് ചെയ്തിരുന്നത്. സ്കൂളില്ലാത്ത ടൈമിൽ അവൾ എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. വീട്ടുപണികളും അടിച്ചുവാരൽ എല്ലാം ഒന്ന് കുക്കിങ്ങിലൊക്കെ സഹായിക്കും. അപ്പോൾ അവളാണ് ഇളക്കി തരുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എടുത്ത് തരുന്നുണ്ട് ഇടയിൽ കൂടെ. ഇനി അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ വെജിറ്റബിൾസും ഒന്ന് ആഡ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് വേവിക്കൊന്നും വേണ്ട. ഫ്രൈഡ് റൈസിനായതുകൊണ്ട് ഒരു ചെറുതായിട്ടൊരു വേവ് മതി കേട്ടോ. എല്ലാം ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് അല്പം ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ കേട്ടോ. നമ്മൾ അരിയിൽ വേവിച്ച് വെച്ച അരിയിൽ ഉപ്പിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പാകത്തിന് വേണ്ട ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് സോയാ സോസ് കുറച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഡാർക്ക് സോയ സോസാണ് എടുക്കുന്നത്. ആവശ്യത്തിന് വേണ്ട ക്വാണ്ടിറ്റി ഇതിലൊഴിച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് സുർക്കയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അരി വെന്ത് വന്നിട്ടുണ്ട്. അത് നമ്മൾ വാര വെച്ചതാണ് കേട്ടോ. പക്ഷേ ഞാൻ അരി വേവിച്ചത് കുറച്ച് വേവ് കൂടിപ്പോയി. ഇത്ര വേവാകാൻ പാടില്ല. പാകത്തിനുള്ള വേവ് ആയാലും ഒന്നുകൂടി നന്നായി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കുഴഞ്ഞു പോകട്ടോ. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അതൊന്ന് കൊട്ടി കൊടുത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് അതായത് 2 ടീസ്പൂൺ 3 ടീസ്പൂണോളം കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലൊരു മണം വരും കേട്ടോ ഈ സമയത്ത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അത് അടച്ച് വെക്കുക. അടച്ച് വെക്കണതിന് മുന്നേ സ്പ്രിംഗ് ഓണിയനെ കുറിച്ച് എൻ്റെ അടുത്ത് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മേലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ വെജിറ്റബിൾ ആഡ് ചെയ്യുന്ന സമയത്ത് സ്പ്രിംഗ് ഓണിയന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറയാൻ വിട്ടതാണ്. അപ്പോൾ അത് നമുക്ക് നന്നായി അടച്ച് വെക്കാം. ഇനി നമുക്ക് അടുത്ത അൽഫാമിനുള്ള കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പിടി ചെറിയ ഉള്ളി, കുറച്ച് പച്ചമുളക്, കുറച്ച് മല്ലിയില, പുതിന ഇല ഉണ്ടെങ്കിൽ ഇടാൻ. എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ഒരു തക്കാളി. ഇത് നന്നായിട്ടൊന്ന് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അതായത് ഈ പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. ഇനി നമുക്കിത് ചിക്കനിലോട്ട് ചേർക്കാം. ഞാനിത് അൽഫാം പീസിന് വലിയ പീസാക്കി ഞാനിത് ഇന്നലെ വാങ്ങിയതായിരുന്നു. ബ്രോസ്റ്റഡ് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ബാലൻസ് ചിക്കനാണത്. അതിൽ മസാല ഞാൻ ആദ്യം പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലോട്ട് ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. നല്ല മസാല എല്ലാം അവിടെ നിന്ന് ആവണത് പോലെ തേച്ച് പിടിപ്പിക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി. അത് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലപ്പൊടി ആവശ്യത്തിന്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് മസാല കൂട്ടി വെച്ചതുകൊണ്ട് അത്ര ആവശ്യം വരില്ല. പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂണ്. ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അന്ന് നമ്മളൊന്ന് തൊട്ട് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ലോണം ഒന്ന്
മസാല എല്ലാവിടെയും ഒന്ന് പിടിച്ചെടുത്ത് 1 മണിക്കൂർ 2 മണിക്കൂർ നമ്മൾ ഇത് പിടിക്കാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് ഫ്രൈ ചെയ്യണത് എണ്ണ എയർ ഫ്രയറിലാണ് കേട്ടോ ചെയ്യണത്. അത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ക്ലീൻ ചെയ്യാം, വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് മോൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എല്ലാവരും ഒന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്യാം. ഇത് മോൻ വരച്ച ചിത്രം ഉണ്ടാവും. അവന് ഇങ്ങനെ പേജുകൾ കീറുക, എല്ലാവരുടെയും ചിത്രം വരയ്ക്കാൻ, നന്നായി ചിത്രം വരയ്ക്കും. അവൻ്റെ ഹോബി അതാണ്. ഒഴിവ് സമയത്തൊക്കെ നന്നായി ചിത്രം വരയ്ക്കും. എൻ്റെ ഇളയ മോനാണത്. അവൻ ഇടയിൽ കൂടെ മോള് പണിയെടുക്കുമ്പോൾ ഇടയിൽ കൂടെ നല്ല ഇടങ്ങേറാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവൾ നന്നായിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയിൽ ചെയ്യും കേട്ടോ. എല്ലാം ഒഴിവുള്ള ദിവസം എപ്പോഴും ചെയ്തു തരില്ല. ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തരും. അപ്പോൾ അവളങ്ങനെ ചെയ്യണതുകൊണ്ട് നമുക്ക് ആ ദിവസം ഒരു നല്ലൊരു ഹെൽപ്പാണ്. ക്ലീൻ ചെയ്തു കേട്ടോ. ഇനി അടുത്ത റൂം ക്ലീൻ ചെയ്യുന്നതാണ്. ഇക്കാൻ്റെ ഉമ്മാൻ്റെ ഇപ്പാൻ്റെയും ബെഡ്റൂമാണത്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മൊത്തം ടോട്ടൽ 2000-ൻ്റെ ഉള്ളിലുള്ള സ്ക്വയർ ഫീറ്റാണ്. അതായത് 1900 സംതിങ് സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അതിൽ താഴെ 2 ബെഡ്റൂമും മേലെ 2 ബെഡ്റൂമാണ്. അപ്പോൾ ഞങ്ങൾ മേലെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇൻഷാ അല്ലാ ഞാൻ വരുമ്പോഴേ നിങ്ങൾക്ക് ഹോം ടൂറും കിച്ചൺ ടൂറും എല്ലാം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മോളിതാ രണ്ടാമത്തെ റൂം അടിച്ചു വരയ്ക്കിയിട്ടുണ്ട്. ഇടയിൽ ഉമ്മ നിന്ന് നോക്കുന്നുണ്ട്. ഇതാണ് ഇക്കാൻ്റെ ഉമ്മ. നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കണം. ഞാൻ ചില വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇളയമോന് ബാത്റൂമിൽ കയറി അവിടെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത റൂമും കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ റൂമും കഴിഞ്ഞ് അവൾ അത് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അടച്ച് വെക്കുകയാണ്. അവൾക്കൊരു പ്രത്യേകത ഉണ്ട്. ക്ലീൻ ചെയ്യണ സമയത്ത് ആരെങ്കിലും ഇടയിൽ വന്ന് പറഞ്ഞാൽ നല്ല ദേഷ്യം വരും. എന്നാൽ നമ്മൾ പണിയെടുക്കണ സമയത്ത് ഇടയിൽ വരും, ഇടങ്ങാറൊക്കെ ചെയ്യും. പക്ഷെ അവൾ ചെയ്യുമ്പോൾ ആരും ഇടയിൽ വരാൻ പാടില്ല. അപ്പോൾ ഇപ്പം ഞാൻ വീഡിയോ എടുക്കണമെന്ന് കണ്ടപ്പോൾ എന്തായാലും അവർ രണ്ടുപേരും മൂത്താളും ഇളയാളും കൂടിയിട്ട് ബാക്കിയുള്ളതൊക്കെ ക്ലീൻ ചെയ്യാൻ നോക്കേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അവർ കാട്ടുകണത് കണ്ട ചെറിയ മോന് കാട്ടുന്നുണ്ട്. അവൻ ചെയ്യും കേട്ടോ. അവന് ടേബിളൊക്കെ നന്നായി വൃത്തിയായി തുടച്ച് തരും, കസേര തുടച്ച് തരും, എല്ലാം ചെയ്യും. ഇതാണ് റൈഫ. ഇതാരാണ് പറയ്? ഇത് വള്ളമ്മ. കാണിക്ക് റൈഫ. കടിഞ്ഞു ഇവിടുന്ന് ചാർജറിൻ്റെ ഇതൊക്കെ എടുത്ത് നോക്ക്. 2 റൂമും ഹോളും വൃത്തിയാക്കി കഴിഞ്ഞ് ഇപ്പോൾ ലിവിങ് ഹാളിലേക്കാണ് വന്നിരിക്കുന്നത്. TV റൂം നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഷോഫൻ്റെ സൈഡും ഒക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്യണം അവൾ. അപ്പോൾ ഇടയിൽ കൂടെ കുട്ടികൾ ഓരോന്ന് പറയുന്നുണ്ട്. മൂത്താളും വലിയ ആളും ഓരോന്ന് ചെയ്യണം പറയണൊക്കെ അവർ ചെയ്ത് തരും കേട്ടോ. ശനി ഞായർ ദിവസങ്ങളിലൊക്കെ എനിക്ക് ഷോഫ ജനലും ഒക്കെ തുടച്ച് തരും, എല്ലാം ക്ലീനാക്കി തരും, ഒക്കെ ചെയ്ത് തരും കേട്ടോ. ഉള്ളൊക്കെ ക്ലീൻ ചെയ്ത് ഇപ്പോൾ സിറ്റ് ഔട്ടിലേക്ക് എത്തിക്കണം കേട്ടോ. സിറ്റ് ഔട്ട് അടിച്ച് വാരുകയാണ്. സിറ്റ് ഔട്ടിൽ 2 ചെയർ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ഞാൻ ബെഞ്ചൊന്നും വാങ്ങിയിട്ടില്ല. കുറേ പണികൾ ഇനിയും ബാലൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ കർട്ടൻ പണികളുണ്ട്, മതിൽ പണി ചെയ്തിട്ടില്ല, ലോക്ക് ഇട്ടിട്ടില്ല, ഇപ്പോൾ ഷീറ്റ് ഇറക്കിയിട്ടില്ല. അപ്പോൾ ഇനിയും ബാലൻസ് ഒരുപാട് പണികളുണ്ട്. ഇപ്പോൾ ക്യാഷിൻ്റെ അതുമൂലം ഒക്കെ നിർത്തി വെച്ചിരിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കയ്യിൽ കിട്ടുന്ന സമയത്ത് ഓരോന്നോരോന്ന് മെല്ലെ മെല്ലെ ഇൻഷാ അല്ലാ അൽഹംദുലില്ലാ അള്ളാഹു അനുഗ്രഹിച്ചുകൊണ്ട് ഇത്രത്തോളമായി കിട്ടിയിട്ടുണ്ട്. കുറേ കഷ്ടപ്പെട്ട് ഇത്രത്തോളമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻഷാ അല്ലാ വരും അതിൽ ഓരോന്നോരോന്നായി ചെയ്ത് തീർക്കാം. ഇനി ഇൻഷാ അല്ലാ ഞാനിനി സൺഡേ സാറ്റർഡേ വ്ളോഗ് മുടക്കാണ്ട് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും എനിക്ക് ആവശ്യമാണ്. എല്ലാവരും വീഡിയോ ഫുള്ളായി സ്കിപ്പ് ചെയ്യാണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ആ ലൈക്ക് ബട്ടനും ഒന്ന് അമർത്തി തൊട്ടുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓളൊന്ന് നോട്ടിഫിക്കേഷനായി വെച്ചാൽ മാത്രം ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുള്ളൂ കേട്ടോ. ഇനിയല്ല പുതിയ പുതിയ വീഡിയോസൊക്കെ ഞാനിതിൽ ചേർത്തുന്നതാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കുറേ ചെടികളൊക്കെ ഇതിൽ മുളപ്പിച്ചിട്ടുണ്ട്. തക്കാളി അതുമാതിരി മംഗൂസ്റ്റിൻ പഴത്തിൻ്റെ കണ്ടില്ലല്ലോ റൈഫ? മംഗൂസ്റ്റിൻ പഴം കണ്ട? മംഗൂസ്റ്റിൻ ചെടിയാണ് അതങ്ങനെ വളരട്ടെ. വളർന്നിട്ട് മല്ലിയില നോക്കുമ്പോൾ വെറുതെ കുഴിച്ചിട്ടാണ് മല്ലിയില വളർന്നത്.
മല്ലിയില, അത് സ്പ്രിങ് ഓണിയൻ. അപ്പുറത്ത് കൂടെ നടക്കുക. ഇനി അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അൽഫാമിൻ്റെ റെസിപ്പി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. മേലെ ഞാനിപ്പോൾ കയറുന്നില്ല. മേലെ ഞാൻ ഇനിയിപ്പോൾ ഒഴിവുപോലെ ഇൻഷാല്ലാ കുട്ടി ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം മേലെ വൃത്തിയാക്കുള്ളൂ. മേലെ അധികം ആരും പകലൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് അത്ര വൃത്തിയോടൊന്നും ആവില്ല. അതുകൊണ്ട് ഞാൻ ഒന്നരാടാണ് അവിടെ ക്ലീൻ ചെയ്യുള്ളൂ. ഒന്നരാടെ തുടക്കുകയുള്ളൂ. ഡെയിലി അടിച്ചു വരുമൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഇനി അടുത്ത് നമുക്ക് അൽഫാം ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ എയർ ഫ്രയറിലാണ് കേട്ടോ വെക്കണത്. അതാകുമ്പോൾ നമുക്ക് എണ്ണ അധികം ആവശ്യമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. അന്ന് ഒരു ചെറിയൊരു ടേസ്റ്റ് വേണ്ടി ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് എയർ ഫ്രയറിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനൊരു ബ്രഷിൽ കുറച്ച് എണ്ണ അതിൻ്റെ മേലെ തേച്ച് കൊടുക്കുന്നുണ്ട്. 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. 20 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് അതിൽ ഇടയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് അങ്ങോട്ടൊക്കെ ഇട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. എന്നാലാണ് ഒരേ വേവ് കറക്റ്റ് വേവ് വരുള്ളൂ. അപ്പം ഞാനിത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയിലൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒന്ന് മറിച്ചിട്ട് കൊടുത്ത ശേഷം വീണ്ടും വെച്ച് കറക്റ്റ് സമയമാകും നന്നായി വെന്ത് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അത് വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അമർത്തേ. അപ്പോൾ നമ്മുടെ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ നല്ല ഉള്ളിലൊക്കെ നല്ല പിടിച്ചിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം. അപ്പോൾ എല്ലാവരും റെഡി ആയിരിക്കുകയാണ് കഴിക്കാൻ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാം. നമ്മുടെ ഉമ്മക്ക് ആദ്യം കൊടുത്തു കേട്ടോ. ഉമ്മ ഫ്രൈഡ് റൈസ് കഴിക്കൂല. അപ്പം ഞാൻ ചോറും പീച്ചങ്ങ കറിയും വെച്ചു, ചിക്കൻ പൊരിച്ചതും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇപ്പോൾ വന്നിട്ടില്ല. അപ്പോൾ വന്നിട്ട് പിന്നെ ഭക്ഷണം കഴിക്കൂട്ടോ. അപ്പം ഞങ്ങളിത് കഴിക്കാൻ പോവുകയാണ്. കുട്ടികളൊക്കെ നല്ല വിശന്നിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ ഇനിയും പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുന്നതാണ്. ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ മക്കളിന് തീർച്ചയായും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണേ. അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അടുത്ത വീഡിയോയിൽ ഞാനൊരു പുതിയ വിശേഷം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് ഇൻഷാല്ലാ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.